ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ചേട്ടൻ മീൻ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് കൊഞ്ചാണ് കേട്ടോ കൊണ്ടുവന്നത്. അത്ര വലിയ കൊഞ്ചൊന്നുമല്ല, ഒരു ഇടത്തരം കൊഞ്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് നാളായി കൊഞ്ച് ബിരിയാണി കഴിച്ചിട്ട്, അപ്പോൾ എങ്കിൽ നമുക്കിന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കറക്റ്റ് അടിപൊളി കൊഞ്ച് ബിരിയാണി ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആദ്യം കൊഞ്ച് റോസ്റ്റ് ചെയ്തങ്ങ് വെക്കും, പിന്നെ ചോറ് വേവിച്ച് രണ്ടും കൂടി ദം ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മുടെ സവാളയൊക്കെ വഴറ്റി കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊഞ്ച് അതിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെയാണ് കൊഞ്ച് റോസ്റ്റ് ഞാൻ വെക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാല, ഇതെല്ലാം കൂടി ഇട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിനകത്തേക്ക് നമ്മുടെ കൊഞ്ചും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കും. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കുറച്ച് റോസ്റ്റ് പോലെ ആക്കിയെടുക്കും കേട്ടോ. കൊഞ്ചിന് കുറച്ച് വേവല്ലേ ഉള്ളൂ, അധികം വേവില്ലല്ലോ. പിന്നെ ചോറും വേവിച്ച് വെച്ച ശേഷം അതിലേക്ക് ഞാൻ ഈ ഒരു മസാല ഇട്ട് ദം ചെയ്താണ് എടുക്കുന്നത്. ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറിന് കുറച്ച് ഉപ്പും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ച് വെച്ചത്. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ചോറും അത്യാവശ്യം വെന്തിരിക്കുകയാണ്, ഒരുപാട് വേവിക്കില്ല കേട്ടോ. കുറച്ച് വേവ് നിർത്തിയാണ് ഊറ്റിയെടുക്കുന്നത്. കുറച്ച് മല്ലിയില വേണം, പിന്നെ പൈനാപ്പിൾ എസൻസ് വേണം. പൈനാപ്പിൾ എസൻസിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ച് ഞാനൊന്ന് ഒരു വെള്ളത്തിനകത്താക്കി കലക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ നെയ്യ് ഞാൻ ഉണ്ടാക്കിയതാണേ. ആ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാമേ. പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. ദം ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഇഡ്ഡലിക്കുട്ടയില്ലേ, അതിൻ്റെ അതാണ് വെക്കുന്നത് കേട്ടോ. ആ പാത്രം വെച്ചിട്ട് അതിനകത്ത് ഓരോ ലെയറായിട്ട് ചോറ്, മല്ലിയില, പിന്നെ നമ്മുടെ മസാല, പിന്നെ നമ്മുടെ എസൻസ് ഇല്ലേ, ആ എസൻസ് അതെല്ലാം കൂടി ഒഴിച്ച് കുറച്ച് നേരം ദം ചെയ്താണ് ഞാൻ വെക്കുന്നത്. ഇത് കറക്റ്റ് അടിപൊളി കൊഞ്ച് ബിരിയാണി ആണോ എന്നൊന്നും ചോദിച്ചാൽ അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കൊഞ്ച് ബിരിയാണിയാണ്. അങ്ങനെ ഞാൻ അതാ 1, 2, 3 അങ്ങനെയൊന്നും ലെയർ ചെയ്യുന്നില്ല, 2 ലെയറിനുള്ള ചോറേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് അടിപൊളി മണം എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ചു സ്കൂളിൽ പോയി, ചേട്ടൻ ജോലിക്ക് പോയി, അല്ലു നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ചോറ്, കുറച്ച് സലാഡ്, പപ്പടം, പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൊഞ്ചിൻ്റെ, അതും എടുത്ത് ഒരു സിനിമയൊക്കെ വെച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്താ അന്തസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.